ഗുഡ് ഈവനിങ് എവറി വൺ. ഒരു ചെറിയൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അവിടെ ഫുഡൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വരും. എ സ്ലൈറ്റ് ഡിലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇരിക്കണം. നമുക്ക് ഒരു മെഗാ കൺക്ലൂഡിങ് ഇവൻറ്റും കൂടെയുണ്ട്. സോ ബിഫോർ ദാറ്റ്, ഓൺ ബിഹാഫ് ഓഫ് ദ 2026 KAO Executive Committee, I would like to extend my sincere thanks to all of you. ഇന്നത്തെ ഒരു മനോഹരമായ സായാഹ്നം എന്നൊക്കെ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ സായാഹ്നം അത്ര മനോഹരമായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഇടിയും മഴയൊക്കെ ആയിരുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിയ നിങ്ങളെല്ലാവരോടും എൻ്റെ സ്വന്തം പേരിലും കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഒരു വളരെ ബിഗ് താങ്ക് യു പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് ഈവനിങ് ദിസ് ബ്യൂട്ടിഫുൾ. എനിക്ക് രണ്ടാമത് താങ്ക്സ് പറയാനുള്ളത് ഇവിടുത്തെ പാർട്ടിസിപ്പൻസിനോടാണ്. ആസ് യു ഹവ് സീൻ, ഒരുപാട് ദിവസത്തെ അവരുടെ അധ്വാനമാണ് നമ്മളിന്ന് സ്റ്റേജിൽ കണ്ടത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ പീപ്പിൾ, നോട്ട് ജസ്റ്റ് ദ പാർട്ടിസിപ്പൻസ്, അവരുടെ സോങ് കോർഡിനേറ്റ് ചെയ്ത പേരൻസ്, ഡ്രസ്സ്, ദർ ആർ ലോട്ട് ഓഫ് ബിഹൈൻഡ് ദ സീൻസ് coordination that happened, and thank you so much for the parents for making sure that the kids receive the exposure that they get. നമ്മുടെ ഒരു വളരെ റിസപ്റ്റീവായ ഒരു ഓഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പെർഫോം ചെയ്താലും അത് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരെയും എന്താ പറയുക, വി ആർ ദ സ്ട്രെങ്ത് ഓഫ് അവർ ഓർഗനൈസേഷൻ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്, നമ്മൾ വേറെ ഏതൊരു അസോസിയേഷൻ നോക്കിയാലും അവിടെ പലതായിട്ട് വിഭജിച്ചായിരിക്കുന്നത്. പക്ഷെ വി ഹാവ് ബീൻ ജസ്റ്റ് വൺ കേരള അസോസിയേഷൻ ഓഫ് ഒഹായോ ഫോർ ദ പാസ്റ്റ് സോ മെനി ഇയേഴ്സ്. ആൻഡ് അത് ദാറ്റ് ഷോസ് അവർ യൂണിറ്റി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ cooperation that you have shown, and that is beyond words. എനിക്ക് പിന്നീട് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ സ്റ്റേജ് സെറ്റ് ചെയ്ത നമ്മുടെ സൗണ്ട് മ്യൂസിക്കൊക്കെ കോർഡിനേറ്റർ സ്റ്റീവ് ആൻഡ് ടീമിനോടാണ്. ആസ് ഓൾവേസ് ദേ ഹവ് ഡൺ ദിയർ ബെസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ പ്രോഗ്രാംസ് ആർ എൻജോയബിൾ ടു ദ ഓഡിയൻസ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ MC മൊത്തമായിട്ട് ഹാൻഡിൽ ചെയ്തത് കുട്ടികളാണ്. So they took over everything, and I would like to give a big applause to all of them. They did a wonderful job. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. They just improvised the script കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ they came and asked, ആൻറ്റി ഇത് ഇങ്ങനെ തന്നെ പറയണം. ഞാൻ പറഞ്ഞു, need not. Just make sure that you have it in a way that is enjoyable to the audience, and I think they have done a spectacular job. Thank you to each and every one of you. I would like to thank Maureen, because she is the person who coordinated the backstage. She was in charge of backstage coordination. And a special mention to Ivana Joy. She was not part of the youth committee, but she was there behind the scenes, making sure that every participant was on stage or behind the stage at least 2 items before the actual performance. Thank you so much, Ivana. യൂത്ത് കമ്മിറ്റിയെ താങ്ക് ചെയ്യാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കാരണം ദേ ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ദേ ജസ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് ഫോർ പൂക്കളത്തിനാണെങ്കിലും പായസം കോർഡിനേഷൻ ആണെങ്കിലും ഇവിടെ MC-ക്ക് ആണെങ്കിലും ബാക്ക് സ്റ്റേജിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിലും ദേ വർ ഓൾ ഓവർ ദ പ്ലേസ്. സോ താങ്ക് യു സോ മച്ച് യൂത്ത് കമ്മിറ്റി. നിങ്ങളുടെ ഹെൽപ്പില്ലായിരുന്നെങ്കിൽ മേ ബി വി വുഡ് നോട്ട് ഹാവ് ഡൺ എനിത്തിങ് മച്ച്. താങ്ക് യു സോ മച്ച്. I would also like to thank the participants of the പായസം കോമ്പറ്റീഷൻ. ഒരിക്കലും എനിക്ക് പായസം ടേസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ഇന്നും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടതിൻ്റെ രുചി നന്നായിരുന്നു എന്ന് തോന്നുന്നു. എനിവേസ് വിന്നേഴ്സിന് മാത്രമല്ല, ഈവൻ ഫോർ ദ പാർട്ടിസിപ്പൻസ്, താങ്ക് യു സോ മച്ച് ഫോർ bringing your delicious or your chef skills so that we can enjoy. I would like to thank the food committee. ഇവിടെ സ്കിറ്റിലുണ്ടായിരുന്ന പലരും തന്നെയാണ് അവിടെ ഫുഡ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് there is a delay. But I would like to thank everyone, because നമ്മുടെ ഓണം എന്ന് പറയുന്നത് വെറും ഒരു 3-4 വിഭവങ്ങളുടെ ഒരു കൂട്ടമല്ല. ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 14 or 15 items. അപ്പോൾ അത് വിളമ്പുന്ന ഒരു രീതി, ഇതെല്ലാം വളരെ മാപ്പ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ടേക്സ് ടൈം. സോ I would like to extend my sincere gratitude to the food committee and all the people who have volunteered to make that event a success. പിന്നെ നമ്മുടെ ഈ ഇവൻറ്റ് നമ്മളെല്ലാവരും ഓണമായാലും ക്രിസ്മസ് ആയാലും അത് കഴിഞ്ഞ് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ. അപ്പോൾ നമ്മൾ പലരും ശരിക്കുമുള്ള ഇവൻറ്റ്സ് കാണാറില്ല. അത് കാണുന്നത്
എന്താ പറയുക, ഒരു ടീം ഓഫ് പീപ്പിൾ ഒപ്പിയെടുത്ത് അവരുടെ ക്യാമറ കണ്ണുകളിലൂടെയാണ്. ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു നമ്മുടെ നിത്യഹരിത നായകനായ റോബിൻ ചേട്ടനോടും നമ്മുടെ അരുണിനോടുമാണ് ഫോർ ക്യാപ്ചറിങ് എവറി മോമെന്റ് ഓഫ് ടുഡേ. ആൻഡ് വി ആർ ഓൾ ഈഗർലി വെയിറ്റിംഗ് ഫോർ വാട്ട് യു ഹവ് ക്യാപ്ചർഡ്. നല്ലോണം പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? Next, I would like to thank our sponsors. ഞാൻ ഓരോരുത്തരുടെ പേര് എടുത്ത് പറയുന്നില്ല, പക്ഷേ they have been the pillars of support for years. At times of need, they have always stepped up and helped us in different ways. And on behalf of the Executive Committee and on my behalf, I would like to extend my sincere gratitude. I would like to also thank Safar for providing snacks. So this is the first time they are actually joining with KO, and hope you like their snacks. And if you have any suggestions or comments, please let the Executive Committee know. Next, I would like to extend my sincere thanks to the auditorium custodian, Daniel and team, for helping us throughout this event. We look forward to working with you in the future as well. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റും കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ മഴയായി, നമുക്കൊരു കാരണമുണ്ട്. പക്ഷെ ഞങ്ങൾ പലപ്പോഴും കേൾക്കാറുള്ളത് ചില KO മെമ്പേഴ്സ് സദ്യക്ക് മാത്രം വന്നു പോകുന്നു എന്നൊരു സംഭവം കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെനിക്ക് ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ഓണം സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ സദ്യ മാത്രമല്ല. സദ്യ അതിലൊരു ചെറിയൊരു ഘടകം മാത്രമാണ്. പക്ഷേ നമ്മളിവിടെ ഇത്രയധികം ആളുകൾ, ഇത്രയധികം കുട്ടികളും മുതിർന്നവരും അവരുടെ ഒരുപാട് സമയം ചെലവഴിച്ച് ഇവിടെ ഇവൻറ്റ്സ് പെർഫോം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. ആൻഡ് വി നീഡ് ഓഡിയൻസ്. ഒരു ഒഴിഞ്ഞ കസേരയുടെ മുന്നിലിരുന്ന് പെർഫോം ചെയ്യുന്നത് ഈസ് സംതിങ് ദാറ്റ് റിയലി ഹേർട്സ് എവറി പെർഫോമർ ഓൺ സ്റ്റേജ്. അപ്പോൾ സദ്യക്ക് മാത്രമായിട്ടല്ല, വെൻ യു കം പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഹിയർ ഫോർ ദ എൻറ്റയർ ഇവൻറ്റ്. കാരണം നിങ്ങളുടെ സാന്നിധ്യമാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ ഏറ്റവും വലിയ സക്സസ്. അതുകൊണ്ട് സദ്യ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന വരുന്നവരോട് എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. സദ്യ ഈസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഡെഫിനറ്റ്ലി. മാത്രമല്ല, ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ് ഫോർ യു ടു സോഷ്യലൈസ്. കാരണം നമ്മുടെ മക്കൾ നമ്മുടെ കൾച്ചർ അറിയാനായിട്ടും, അല്ലെങ്കിൽ നമുക്കിവിടെ പുതിയ ആളുകളെ പരിചയപ്പെടാനായിട്ടും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനായിട്ടും കിട്ടുന്ന ഏറ്റവും നല്ലൊരു വേദിയാണ് ഇങ്ങനത്തെ ഇവൻറ്റ്സ്. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മക്കളോട് മഹാബലി വരുന്നു എന്ന് പറയുമ്പോൾ ബാഹുബലി വരുന്നു എന്ന് ചോദിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ മേക്ക് ഷുവർ ദാറ്റ് യു പ്ലീസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദീസ് events and make sure that we have a full audience to enjoy the program. It's also enjoyable for the performers to see a full audience before them. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ നാട്ടിലെ യുവർ ലൗഡ് വൺസിനും എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു പൊന്നോണം ഞാൻ ആശംസിച്ചു കൊള്ളുന്നു. We have one more event, അതൊരു കലാശക്കൊട്ടാണ്. So we are ending this entire cultural program, or rather the entire Onam program with എന്താ പറയുക, ഒരു അടിച്ചു പൊളിച്ച് കലാശക്കൊട്ട്. So please welcome the കലാശക്കൊട്ട് team on stage. Once again, happy Onam to one and all. Thank you.